ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ രാജു, അല്ല രാജു, എടാ പോടാന്നൊക്കെ ദേ ഈ യൂസ്ലെസ്സിനെ വിളിച്ചാ മതി. ഞാൻ വളർത്തിയ കുട്ടിയാ ഋതിക. അവളുടെ ഭർത്താവിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ വിളിച്ചു പോയതാ. വളർത്തിയ ചരിത്രം സ്വാതന്ത്ര്യമൊക്കെ ഋതികയുടെ അടുത്ത് കാണിച്ചാ മതി. എന്റെ മൊബൈൽ ഫോണിന്റെ ലോക്ക് എന്റെ ഭർത്താവിന് അറിയാം. ഓരോരു കുറ്റവും കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു യൂസ്ലെസ്. വേണ്ടായിരുന്നു. വടി കൊടുത്തിട്ട് തെരുതരെ അടിമേടിച്ച്. അല്ല, ഇന്നത്തെ കാലത്ത് അമ്മായിയമ്മമാർക്ക് ഒരു രക്ഷയില്ല. മരുമക്കളൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ളവരായിപ്പോയി. ഇവരെവിടെ പോയിരുന്നെന്ന് മണത്തറിയണം. എന്നിട്ട് അമ്പികയ്ക്കത് ചോർത്തി കൊടുക്കണം. തെരുതരെ ന്യൂസ് കൊടുത്തില്ലെങ്കിൽ ആ അമ്പിക ഒന്നും തരത്തില്ല. അളിയന്റെ അമ്മയെ രാവിലെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ. നിക്ക് നിക്ക്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചെറുപ്പക്കാര് പിള്ളേരായാൽ നല്ല ചൊല്ലുവിളി വേണം, അനുസരണയും വേണം, കുടുംബത്തോട് ഉത്തരവാദിത്വവും വേണം. ഞങ്ങളെ എന്ത് ഉത്തരവാദിത്വം ഇല്ലായ്മയാ കാണിച്ചത്? എവിടെ പോവുകയാണെങ്കിലും അതിവിടെ എന്നോടോ എന്നെ കണ്ടില്ലെങ്കിൽ രാധമ്മയോടോ വേണുവാശാനോടോ പറഞ്ഞിട്ട് പോണം. അല്ലാതെ ഈ കാളികൂളി കളിച്ച് നടക്കാനല്ല നിങ്ങൾക്ക് ലൈസൻസ് തന്നിരിക്കുന്നത്. ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു ഔട്ടിങ്ങിന് പോയത് അളിയന്റെ അമ്മേ. ഔട്ടിങ്ങിനോ? എവിടെ ഔട്ടിങ്? ഞങ്ങളൊന്ന് കന്യാകുമാരി വരെ കറങ്ങി അടിച്ചു വല്ലേമേ. രണ്ടുപേരും കൂടി കടലിൽ ചാടി കെട്ടിപ്പിടിച്ചൊരു മുങ്ങിക്കളിയും. ഇതൊക്കെ എന്ത് തോന്നിയാസ? ഇന്നത്തെ കാലത്തെ ഏതെങ്കിലും ഭാര്യാഭർത്താക്കന്മാര് ചെയ്യുന്ന കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്? എന്തോന്ന് കെട്ടിപ്പിടുത്തോ? ആ, എന്താ ഇവിടെ പ്രശ്നം? അളിയന്റെ അമ്മ ഞങ്ങളെ ശകാരിക്കായിരുന്നു. ഞങ്ങൾ എവിടെ പോയിന്ന് അളിയന്റെ അമ്മയ്ക്ക് അറിയണം. എന്റെ മക്കൾ അവർക്ക് സൗകര്യമുള്ളിടത്തേക്ക് പോവും. നിങ്ങൾ ആരാ വരെ ചോദ്യം ചെയ്യാൻ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ല രാധമ്മയെ ചോദിച്ചത്. നിങ്ങൾ എന്തർത്ഥത്തിലാണെന്നും എന്തിനു വേണ്ടിയാണ് ചോദിച്ചതെന്നും എനിക്ക് നല്ല പോലെ അറിയാം. അതെന്റെ മക്കളോട് വേണ്ട. ഞാൻ ഇവരുടെ അമ്മൂമ്മയല്ലേ രാധമ്മേ? ഇവിടെ ഞങ്ങളിപ്പോ പുറത്തുനിന്നുള്ള അമ്മൂമ്മമാരെ ഒന്നും എടുക്കുന്നില്ല. ഇവരെ ശാസിക്കാനും ആർക്കും അധികാരവും ഇല്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. എന്റെ നല്ല മനസ്സാരും കാണുന്നില്ലല്ലോ ദൈവമേ. ചങ്കെടുത്ത് കാണിച്ചാ പറയും അത് തെരണ്ടി മീനാണെന്ന്. ആത്മാർത്ഥതയുള്ള എന്റെ ഈ ഹൃദയം ആര് കാണാൻ? എന്റെ ഭഗവാനെ, നീയും കാണുന്നില്ലല്ലോ. അമ്മേ, എനിക്ക് ഉടനെ വർമ്മസാറിന്റെ അടുത്തേക്ക് പോണം. മോൻ വാ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. മോളും വാ. വാ. എല്ലാരും പോയോ? വയ്ക്കുന്ന വേലയെല്ലാം ഫെയിലായി പോവുകയാണല്ലോ. കളം മാറ്റി ചവിട്ടണം.
എനിക്ക് അമ്മയുടെ ഈ ഭാവം കാണുമ്പോഴേ ചിരിയാ വരുന്നത്. നിനക്കേ കാര്യങ്ങളുടെ ഗൗരവം അറിയാഞ്ഞിട്ടാ ചിരി വരുന്നേ. അതെ, ജയൻ എന്നോട് കള്ളത്തരം പറയില്ല. അതുകൊണ്ട് തന്നെ അവനും അവളും പത്മയുടെ വീട്ടിലില്ല. അവളും അവനും കൂടി എവിടെ പോയതായിരിക്കും? അവര് രാജുവിന്റെ വീട്ടിൽ ഇല്ലെന്നുള്ളത് ഉറപ്പല്ലേ? എടാ ഉറപ്പാ. അവിടെ നമ്മുടെ പ്രധാന ന്യൂസ് ഏജൻസി ഇല്ലേ? അറിയാം, ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കളവിയല്ലേ? ആ, അവരുടെ അക്കൗണ്ടിലേക്ക് തുടരെ തുടരെ എന്റെ കാശ് ചെല്ലുന്നതാ. കാശിന് ആർത്തിയുള്ള കിളവി നോണ പറയില്ല. എന്തായാലും അവൾ അവിടെ ഇല്ല. ശ്ശേ, എന്നാലും അവൾ എവിടെ പോയി? അമ്മേ, ദൈവം വരുന്നുണ്ട്. ഡാ. എടാ രാജു, എടാ രാജു, അല്ല രാജു, എടാ പോടാന്നൊക്കെ ദേ ഈ യൂസ്ലെസിനെ വിളിച്ചാ മതി. ഞാൻ വളർത്തിയ കുട്ടിയാ ഋതിക. അവളുടെ ഭർത്താവിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ വിളിച്ചു പോയതാ. വളർത്തിയ ചരിത്രം സ്വാതന്ത്ര്യമൊക്കെ ഋതികയുടെ അടുത്ത് കാണിച്ചാ മതി, എന്നോട് വേണ്ട. ആ പോട്ടെ രാജു, നിനക്ക് ഫീൽ ആയെങ്കിൽ സോറി. ശരി. മോനെ രാജു. മോനെന്നാണോ മീനെന്നാണോ എന്നെ വിളിച്ചത്? മോനേന്ന്. അല്ല, എനിക്കെന്താ അങ്ങനെ വിളിച്ചൂടെ? എന്റെ മോൻ തന്നെയാ നീ. ദേ, ഇവന്റെ പ്രായം നിനക്കുള്ളൂ. ഓക്കെ ഓക്കെ, അതിരിക്കട്ടെ. എന്തിനാ വിളിച്ചത്? അല്ല, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? അത് ശരി, ഒരിക്കലും വിചാരിക്കാതെ ആ മോൻ വന്ന് കയറിയപ്പോഴേ ഞാൻ കരുതിയതാ ഇതിലെന്തോ ഉണ്ടെന്ന്. അതോടെ ഞങ്ങൾ ഇന്നലെ എവിടെ പോയി എന്നല്ലേ ചോദ്യം? ഞാനും എന്റെ ഭാര്യയും കൂടി ഞങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് പോകും. ഇപ്പോ ഹണിമൂൺ പീരീഡ് അല്ലേ? ഇന്നലെ പോയത് കല്ലാറ്, മീൻമുട്ടി, പൊന്മുടി. കേട്ടില്ലേ അവന്റെ മറുപടി? ഇങ്ങനെ കരണം നോക്കി പൊട്ടിക്കാതിരിക്കും.